ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 32, പേജ് നമ്പർ 700. അനാദിത്വാ നിർഗുണത്വാത് പരമാത്മായമവ്യയഃ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതി. പദാനുപദം. അനാദിത്വാത് ശാശ്വതഭാവം കൊണ്ടും, നിർഗുണത്വാത് നിർഗുണത്വം ഹേതുവായിട്ടും, അവ്യയഃ അവ്യയനായ, അയം പരമാത്മാ അഭൗതികനായ ഈ ആത്മാവ്, ശരീരസ്ഥഃ അപി ശരീരസ്ഥനാണെങ്കിലും, കൗന്ദേയ ഹേ കൗന്ദേയ, ന കരോതി ഒന്നും ചെയ്യുന്നില്ല, ന ലിപ്യതേ ഒന്നും ബാധിക്കുന്നതുമില്ല. വിവർത്തനം. ശാശ്വതത്വത്തിൻ്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. ഭാവാർത്ഥം. ഭൗതിക ശരീരത്തിൻ്റെ ഉത്പത്തിയിൽ ഒരു ജീവാത്മാവ് പിറന്നു എന്ന് തോന്നിപ്പോവും. വാസ്തവത്തിൽ ജീവാത്മാവ് ശാശ്വതനാണ്, ജനിച്ചിട്ടുമില്ല. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് അതീന്ദ്രിയനും സനാതനനുമാണ്, നാശമില്ലാത്തതും. സ്വഭാവേന ആനന്ദമയനായ ആത്മാവ് ഭൗതിക പ്രവർത്തനങ്ങളിലേർപ്പെടാറില്ല. തന്മൂലം ശരീരസമ്പർക്കം കാരണം ചെയ്യാനിടവരുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ബന്ധിക്കില്ല. ഹരേ കൃഷ്ണ.